ഇത് നമ്മളെ നിങ്ങളാരാണ് സ്കൂളിന്? ഞാൻ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. ആ, കുട്ടികളെ എവിടാണ് വീട്? വീട് പിന്നെ പുളിയാട്ടുകുളം എന്ന് പറയും, കോടൂർ പഞ്ചായത്തിൽ. സ്കൂൾ നിൽക്കുന്നത് അവിടെ തന്നെ. അപ്പൊ ഈ അച്ചടക്കം നിങ്ങളാലെ കിട്ടിയതിൽ വളരെ നന്ദി സാറ്. മാനേജറാണ്. പിന്നെ കാര്യങ്ങളൊക്കെ സൂപ്പർ. മാനേജർ ഭാര്യ. അപ്പം ഇതവരൊക്കെ ടീച്ചേഴ്സ്മാരാണ് കണ്ടോ. മക്കൾ നല്ല സൂപ്പറായിട്ട്, ഞാൻ അതാണ് കൂടുതലും ഇഷ്ടപ്പെട്ട് ആ റാക്കിലുള്ള ഞാൻ ഇങ്ങോട്ട് കടന്ന എന്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. നല്ല അച്ചടക്കത്തിൽ കൂടിയിട്ട് ആണ് ഒരു മക്കളെ. അപ്പോൾ ക്ലാസ്സിൽ എത്ര അച്ചടക്കം ഉണ്ടാവും? പുറത്തിറങ്ങിയിട്ട് മക്കൾ ഇത്ര അച്ചടക്കത്തിലുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ക്ലാസ് ടീച്ചർമാർ ടീച്ചർമാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് ഇതിൽ മനസ്സിലായിട്ടോ. അങ്ങനെ തന്നെ വലുതായാലും വേണം, നല്ല ജോലി വാങ്ങണം കേട്ടോ. പഠിച്ച് അച്ചടക്കമാണ് ഏറ്റവും വലുത്. ഇതുപോലെ തന്നെ നല്ലോണം പഠിക്കുക, അച്ചടക്കത്തിൽ കൂടി നിൽക്കണം കേട്ടോ. ഞാൻ 100 എണ്ണം കണ്ടതിലിപ്പോൾ 4-മത്താണ് നിങ്ങൾ അച്ചടക്കത്തിലുള്ള മക്കൾ കേട്ടോ. മുന്നിൽ നിൽക്കുന്ന മാഡം ഓരോ ലീഡേഴ്സാണ്, ഓരോ സ്റ്റുഡൻറ് ലീഡേഴ്സാണ്. ഇതിൻ്റെ മുന്നിലേ ഓരോരുത്തരുടെ ഓരോരോ മക്കളെ സൂപ്പറാട്ടോ. നിങ്ങളെ മക്കളെ അച്ചടക്കവും അത് നിങ്ങളെ അത് കണ്ടു പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങളെ അച്ചടക്കം ഇതിൽ മനസ്സിലാക്കാം. നിങ്ങൾ കൊണ്ട് നടക്കുന്ന മക്കളെ അച്ചടക്കം നിങ്ങൾ നടക്കുന്ന അച്ചടക്കത്തിൽ കൂടിയാണ്. സ്റ്റാഫ് സെക്രട്ടറി ഇതാണ് സാറ്. ഈ ടൂറൊക്കെ മാനേജ് ചെയ്യാൻ ഏറ്റവും അടിപൊളി. നിങ്ങളെ മക്കളും അടിപൊളി. നിങ്ങളും മാഷാ അല്ലാ നല്ല പഠിച്ച് നല്ല മക്കളാവട്ടെ. നിങ്ങളെപ്പോലത്തെ അച്ചടക്കം പഠിപ്പിക്കുക. മക്കളും തന്നെ ഒരു ഇത്രയും മക്കളുടെ ഒരു ഒച്ചപ്പാടില്ലല്ലോ, അല്ലെങ്കിൽ എന്താവും. അപ്പോൾ 100 എണ്ണം കണ്ടതിൽ 4-മത്തെ ഡിസിപ്ലിനറി തീർച്ചയായിട്ടും വേണം. അത് നമ്മൾ പഠിപ്പിക്കണം നമ്മളെ മക്കളെ. വളരെ നന്ദി കേട്ടോ.